ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബോർഡ് എക്സാം എഴുതാൻ പോയ എൻ്റെ ക്ലിപ്പൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ 4 മണിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ചുറ്റിനുള്ള എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ മാത്രം, അത് 3 മണിക്ക് കിടന്നത് ലേറ്റായിട്ടാണ്. എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നു, ഒന്നും പറയാനില്ല. ഈ ചിരി വെറുതെയാണ്, ഒന്നുമില്ല. ചിരിക്കണോ കരയണോ എന്താണെന്നറിയാൻ പാടാത്ത അവസ്ഥയായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവസാനം കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മെർലിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. എന്തായാലും അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ആൻറ്റി നടത്തി. ഞങ്ങൾക്ക് പോപ്സ്റ്റിക്കൽ വാങ്ങിച്ചു തന്നു. ആൻഡ് അതിനുശേഷം ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു മാവ് കണ്ടപ്പോൾ അവിടെ പോയിട്ട് മാങ്ങ പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു. ഭ്രാന്തെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ടൈപ്പ് പോകുമല്ലോ. നമ്മുടെ ഏറ്റവും കംഫർട്ട് സോണൊക്കെ വിട്ട് എന്തായിരിക്കും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പോയി മാങ്ങയൊക്കെ പറിച്ച് അതൊക്കെ എടുത്ത് തിന്നു. അതിനുശേഷം ഡെസ്ക്ടോപ്പിലേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് അത്യാവശ്യം നടക്കാറുണ്ട് എക്സാം സെൻറ്ററിൽ നിന്ന്. ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് നല്ലപോലെ താഴ്ചപ്പോഴേക്കും ഞങ്ങളുടെ നിരഞ്ജനയുടെ അമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു, നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഒറ്റ മൈൻഡ് ഡിസിഷൻ എടുത്ത് നമുക്ക് സ്റ്റുഡിയോയിൽ പോകുന്നത്. സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായെന്നൊക്കെ എൻ്റെ വായിന്ന് തന്നെ നിങ്ങളിപ്പോൾ എന്തായാലും കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. മാത്സ് എക്സാം കഴിഞ്ഞു. എനിക്ക് കിട്ടിയ സെറ്റ് 2 ആണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അത്യാവശ്യം പാടായിരുന്നു. ഞാൻ ഇത്രയും പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റിരുന്ന ക്ലാസ് കേട്ടതും ഒക്കെ വേസ്റ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പ്രോസസ്സൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും എത്ര എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നിപ്പോയി. മാത്സ് എക്സാം കഴിഞ്ഞപ്പോഴേക്കും എന്നെ എഴുതിയിൽ വെച്ച് എനിക്ക് ഏറ്റവും കുളമായത് സാൻസ്ക്രിറ്റ് ആണെന്നാണ് ഞാൻ ഇന്നലെ വരെ മാത്സ് എക്സാമിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സാൻസ്ക്രിറ്റിനെക്കാട്ടും എനിക്ക് മോശമായിപ്പോയി ഇപ്പം മാത്സ് ആണ്. എൻ്റെ ബാക്കി പേപ്പേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇത് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്ക് മോശം പേപ്പർ. ഇത്രയും കൊള്ളായിട്ടുള്ളൊരു പേപ്പർ എൻ്റെ ലൈഫിൽ എഴുതിയിട്ടുണ്ടാവില്ല. പ്രീ ബോർഡിനെക്കാളും ടഫായിട്ടാണ് എനിക്കിപ്പോൾ ബോർഡ് എക്സാം തോന്നിയത്. അത്യാവശ്യം നല്ല പാടായിരുന്നു. എനിവേ നമ്മളിത് കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത എക്സാം വന്നിട്ട് AI ആണ്. AI ഞാനൊരു എക്സാമായിട്ട് കണക്കാക്കുന്നില്ല. AI നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളുകാരിട്ടൊരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. AIക്ക് നമുക്ക് 50-ൽ 50 വാങ്ങിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും 8 ദിവസമുണ്ട്. ഇനി എന്തായാലും 8 ദിവസം AI കുത്തിയിരുന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് റെഫർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പോർഷൻസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് F1 സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുവാണെങ്കിലോ വല്ലതും ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റ് ബ്രെയിൻസ് ചാനലുണ്ടല്ലോ, അവരുടെ ചാനലിൽ കയറിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കും. മാഗ്നറ്റ് ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് F1 സ്കോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ തന്നെ വീഡിയോ വരും. അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഫുള്ളി ക്ലിയർ ആവും. ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രീ ബോർഡിന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല എഫക്റ്റീവാണ്. അവരുടെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഞാൻ AI ക്ലാസ് ഒന്നും കേൾക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ഇങ്ങനത്തെ കാൽക്കുലേഷൻ പ്രസിഷനൊക്കെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം മിക്ക ഇക്വേഷൻസും സംവാട്ട് സിമിലർ ആണ്. ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്, അതൊക്കെ ചിലതൊക്കെ സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ കയറി കണ്ടു നോക്കി. എൻ്റെ പ്രീ ബോർഡ് 3 ലാസ്റ്റ് പ്രീ ബോർഡിന് AIയുടെ ഞാൻ കണ്ടു നോക്കി. ആൻഡ് അത് കണ്ടു നോക്കിയപ്പോഴേക്കും എൻ്റെ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആയി. അപ്പോഴെനിക്ക് മനസ്സിലായത് AIക്ക് എനിക്ക് അത്യാവശ്യം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് മാർക്ക് പോയിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലായി. ആൻഡ് എൻ്റെ 10th കഴിയുമ്പോഴേക്കും 9th ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പർ സ്റ്റഡി ഗൈഡ് എൻ്റെ വീഡിയോ സ്റ്റഡി ഗൈഡായിട്ട് വരുന്നതായിരിക്കും. ഞാനൊരു ബിലോ ആവറേജ് കിഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. 10th ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും 9th. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചൊരു പ്രോപ്പർ പാറ്റേണിൽ പോകണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് ആരെങ്കിലും എനിക്കിത് പറഞ്ഞു തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് 10th. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും എൻ്റെ 9th ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ 9th സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഹാഫ് ഇയർലി ടൈമിൽ എന്ത് ചെയ്യണം, പ്രീ ബോർഡ് ടൈമിൽ, ബോർഡ് ടൈമിൽ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. കാരണം ഞാനൊരു ബിലോ ആവറേജ് കിഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് 10th നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ.
ലൈക്ക് ടോപ്പേഴ്സ് പലതും പറയും, അത് വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരുടെ വീഡിയോ കണ്ടിട്ട് അതെനിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചും കുറേ മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ മണ്ടത്തര സ്റ്റഡി ടിപ്സ് ഹാക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ പഠിച്ചപ്പോഴേക്കും എനിക്കെല്ലാം സെറ്റായത്. അത് ഞാൻ ഫുള്ളി മനസ്സിലാക്കിയത് 10th ലാസ്റ്റ് ആയപ്പോഴാണ്. ഒരു ജാനുവരിയിലാണ് സത്യം പറയാൻ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ ഈ ടോപ്പേഴ്സൊക്കെ പറയുന്നത് കേട്ട് ഞാൻ കുറേ മടുത്തത്. ലൈക്ക് അവരുടെ ചാനൽസ് ഉണ്ടാവുമല്ലോ, മിക്ക സ്റ്റഡി വ്ളോഗേഴ്സും അത്യാവശ്യം നല്ല ടോപ്പേഴ്സ് ആയിരിക്കും. അവർ പറയും ഞാൻ പഠിക്കത്തില്ലെന്ന്, പക്ഷെ മാർക്ക് വരുമ്പോഴേക്കും അതൊന്നായിരിക്കില്ല. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അവർ കുറേ കാര്യങ്ങൾ പറയുമല്ലോ, അത് വെറുതെ പറഞ്ഞിതാക്കുന്നില്ല. എന്തായാലും 9th ഒരു പ്രോപ്പർ സ്റ്റഡി ഗൈഡൻസ് ക്ലാസ് പോലെ ഓരോ വീഡിയോസ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, ഹാഫ് ഇയർലി ടൈമിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് മന്തിലേക്ക് ഉണ്ടാവും, ഫസ്റ്റ് എക്സാംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഏറ്റവും എളുപ്പമാണ്. അതൊക്കെ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, വീട്ടുകാരുടെ മുമ്പിൽ തന്നെ നല്ല വില വാങ്ങിക്കാൻ പറ്റും. അതിനൊക്കെ നല്ല മാർക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും. ബോർഡ് എക്സാം ഭയങ്കര എളുപ്പമാണ്. ഹാഫ് ഇയർ പ്രീ ബോർഡൊക്കെയാണ് ടഫ്. ബോർഡ് എക്സാം അടിപൊളിയാണ്. പക്ഷേ മാത്സിന് എന്താ അത് പറയുന്നില്ല. മാത്സ് വൃത്തികെട്ട എക്സാം. എൻ്റെ ക്ലാസ്സിലെ ടോപ്പേഴ്സിൻ്റെ മുഖം വരെ മാടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിക്കാഞ്ഞിട്ടും കൂടെ അല്ല, പേപ്പർ ടഫായിട്ടാണെന്ന്. 12th ഫിസിക്സ് പേപ്പർ ടഫായപ്പോഴേക്കും ഞങ്ങൾ 10th മാത്സ് പേപ്പർ അവർ ടഫാക്കി തന്നു. ഇനിയുള്ള ഐക്കാണൊരു പ്രതീക്ഷ. ഐക്കെങ്കിൽ എനിക്ക് മാർക്ക് കുറയുവാണെങ്കിൽ എൻ്റെ പെർസെൻറ്റേജ് കുറയും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഐക്ക് മര്യാദയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ. പിന്നെ ഈ വീഡിയോയിൽ ഷോർട്ട് ഔട്ട് ഉണ്ടായിരിക്കില്ല. ഷോർട്ട് ഔട്ട് എടുത്ത് വെക്കാനൊക്കെ ഞാൻ മറന്നിരിക്കുകയാണ്. മാത്സ് എക്സാമിൻ്റെ പുറകെ ആയിരുന്നു. മാത്സ് എക്സാമിന് പോലും ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ 2 ഫോൺ ഉണ്ടാവും. ഒരു ഫോൺ ഞാൻ കുത്തിയിടും, ഒരു ഫോണിൽ ഞാൻ പഠിക്കും. ഫോൺസ് ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വീഡിയോയുടെ കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിടാൻ പോവാണ്. കാരണം വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. ഞാൻ സാധാരണ വീഡിയോ ഇടുന്നത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇതെന്തായാലും നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.